പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഫ്ലവർ പോട്ടാണ്. അപ്പം കുറച്ച് സിമെൻറ്റും മണലും പിന്നെ മോൾഡിന് പകരം കുറച്ച് തെർമോകോൾ ഷീറ്റും കൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവർ പോട്ടാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ 4 തെർമോകോളിൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഏകദേശം 1 ഇഞ്ച് കനമുള്ള തെർമോകോൾ ഷീറ്റാണ് മോൾഡ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ 24 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 10 ഇഞ്ച് കണക്കാക്കി കറക്റ്റ് നീളവും വീതി ഒരേ കണക്കിന് ഉള്ള ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. അതിൽ 2 ഷീറ്റ് ഞാൻ അതിൻ്റെ മുകൾ ഭാഗം 7 ഇഞ്ച് നീളവും അടി സൈഡ് 5 ഇഞ്ച് വീതിയും വരത്തക്ക രീതിയിൽ ചരിവ് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കറക്റ്റ് സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത് 2 സൈഡിലും ചരിവ്, മുകളിൽ 5 വരത്തക്ക 5 മുകളിൽ 7 അടിയിൽ 5 വരത്തക്ക രീതിയിൽ 2 സൈഡ് ചരിവ് വെട്ടിയ 2 ഷീറ്റും പിന്നെ 2 വലിയ ഷീറ്റുണ്ട്. അതിന് നമുക്ക് മുകൾ സൈഡ് 9 ഇഞ്ചും വരണം, അടി സൈഡിൽ 7 ഇഞ്ചും വരണം. കാരണം 4 പീസുകളും കൂടെ ഒട്ടിക്കാൻ നേരത്ത് ഉള്ളിൽ കറക്റ്റ് സ്ക്വയറായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ ആദ്യം വെട്ടിയെടുത്ത് അതിൽ നിന്ന് നമ്മളെടുത്ത തെർമോകോളിൻ്റെ കനം 1 ഇഞ്ച് ആയതുകൊണ്ട് ഓരോ സൈഡിൽ ഓരോ ഇഞ്ച് കൂട്ടി വേണം അടുത്ത രണ്ടാമത്തെ 2 ഷീറ്റ് മുറിക്കേണ്ടത്. അപ്പം മുകളിൽ 9ഉം അടിയിൽ 7ഉം കിട്ടത്തക്ക രീതിയിൽ ആ 2 ഷീറ്റും കൂടെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ 4 ഷീറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് 7 ഇഞ്ച് മുകൾ സൈഡ് വീതിയും അടി സൈഡ് 5 ഇഞ്ച് വീതിയുള്ള 2 ഷീറ്റും 9 ഇഞ്ച് നീളം വരുന്ന 9 ഇഞ്ച് നീളവും അടിയിൽ 7 ഇഞ്ച് നീളവും വരുന്ന 2 ഷീറ്റും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് 4 പീസിനെയും കൂടെ നമുക്ക് ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പശ കൊണ്ട് നല്ലവണ്ണം ഒന്ന് ഒട്ടിച്ച് ചേർക്കാം. അപ്പോൾ ഒട്ടിച്ച് ചേർക്കാൻ നേരത്ത് അകത്തെ സൈഡ് കറക്റ്റ് എല്ലാം മുകളിലും താഴെയും ഒരേ വീതി വരത്തക്ക രീതിയിൽ 2 സൈഡിൽ ചെറിയ പീസും 2 സൈഡിൽ വലിയ പീസും കൂടെ വെച്ച് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഫസ്റ്റ് മോൾഡ് പശയെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കറക്റ്റ് അതിൻ്റെ അളവ് അക സൈഡ് 7 ഇഞ്ചും പിന്നെ ഏറ്റവും അടിയിലത്തെ സൈഡ് 5 ഇഞ്ചിലുള്ള അളവിൽ കറക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരു ചെറിയ മോൾഡും കൂടെ ഉണ്ടാക്കണം ഇതിനകത്ത് വയ്ക്കാൻ. അത് നമ്മൾ 2 പീസ് നമ്മളിതിൻ്റെ അകത്ത് വരുന്ന 7 ഇഞ്ച് ആയതുകൊണ്ട് 1 ഇഞ്ച് സിമെൻറ്റിൻ്റെ കനം 2 സൈഡിലും കുറച്ചിട്ട് 5 ഇഞ്ച് വീതിക്ക് വേണം മുകൾ സൈഡ് 5 ഇഞ്ച് വീതി വരത്തക്ക രീതിയിലുള്ള 2 പീസുകൾ വെട്ടിയെടുക്കുക. അപ്പോൾ സിമെൻറ്റിൻ്റെ കനം 1 ഇഞ്ച് കനം ഞാൻ 2 സൈഡിലും വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ വരുന്നതും അതേ കണക്ക് തന്നെ 1 ഇഞ്ച് വിട്ട് 2 ചരിവിന് 2 പീസുകളും കൂടെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ മുകൾ സൈഡ് 5 ഇഞ്ചും അടി സൈഡ് ഏകദേശം 3 ഇഞ്ചും വരത്തക്ക രീതിയിലുള്ള 2 പീസുകളാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി ഇതിനെക്കാട്ടും ചെറുത് 2 പീസും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പം ഇതിലുള്ള കനം താഴെ കളഞ്ഞ് വേണം ബാക്കിയുള്ള 2 പീസുകളും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആ തെർമോകോളിൻ്റെ കനം തന്നെ ഇതേ അളവിൽ വെട്ടിയെടുത്ത 4 പീസിൻ്റെ ബാക്കി വരുന്ന 2 പീസുകളിൽ വയ്ക്കുക. തെർമോകോളിൽ ചരിച്ച് വെച്ച് അതിൻ്റെ കനം കുറച്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് അങ്ങനത്തെ 2 അളവിലുള്ള 2 പീസും കട്ട് ചെയ്തെടുക്കുക. ആ 4 പീസിനെയും നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ കണക്ക് തന്നെ മോൾഡായിട്ട് ഗമ്മ് വെച്ച് ഒട്ടിച്ചേർത്തെടുക്കുക. ഒട്ടിച്ചേർത്ത് അകത്തെടുത്ത് വയ്ക്കുമ്പം കറക്റ്റ് നമ്മൾ മുകളിൽ കൊടുത്തേക്കുന്ന സിമെൻറ്റിൻ്റെ കനവും അടിയിലത്ത് ഉള്ള കനവും കറക്റ്റ് 1 ഇഞ്ച് കനം കിട്ടും. ഇനി ഇതിൻ്റെ അടി സൈഡ് നമുക്ക് ഒന്ന് അടച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി മറ്റൊരു തെർമോകോളിൻ്റെ ഷീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അടി സൈഡ് അടച്ചെടുക്കുന്നതിന് മുമ്പ് നമുക്ക് അടയ്ക്കാൻ വേണ്ടി എടുത്തേക്കുന്ന അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് ഒരു 1 ഇഞ്ച് കനത്തിലുള്ള ചെറിയൊരു തെർമോകോളും കൂടെ ഞാൻ ഒട്ടിച്ചേർക്കുന്നുണ്ട്. അത് ചെറിയൊരു ഹോൾസ് ഇടാൻ വേണ്ടി കണക്കാക്കിയാണ്. ഹോൾസ് ഇടാൻ മാത്രമല്ല അടിയിൽ സിമെൻറ്റ് നമ്മൾ 1 ഇഞ്ച് കനം കൂടെ നമുക്ക് കിട്ടും, അടി സൈഡ് അടഞ്ഞും കൂടെ വരും. അപ്പം കറക്റ്റ് ചെറിയ മോൾഡിനെ അകത്താക്കിയിട്ട്
നമ്മൾ വെട്ടിയെടുത്ത ചെറിയ പീസിൻ്റെ മുകളിൽ ഗമ്മ് വെച്ച് ഒട്ടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് വലിയ പീസും കൂടെ കറക്റ്റ് അതിൻ്റെ ചുറ്റാതെ വരിഞ്ച് സിമൻറ്റ് കനം കിട്ടത്തക്ക രീതിയിൽ അതിനും കൂടെ ഗമ്മ് വെച്ച് നല്ലോണം ഒട്ടിച്ചെടുക്കുക. അപ്പോൾ മോൾഡെല്ലാം നമ്മൾ നല്ലോണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് വെച്ചേക്കുന്ന ചെറിയ മോൾഡ് അങ്ങോട്ടും ഇങ്ങോട്ടും സിമൻറ്റ് കലക്കി ഒഴിക്കപ്പം നീങ്ങി പോവാതിരിക്കാൻ നമ്മളൊരു മാസ്കിംഗ് ടേപ്പും കൂടെ വെച്ച് അതിനെയും കൂടെ ഒന്ന് ചുറ്റിക്കിട്ടാം. അപ്പോൾ മോൾഡെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പാറപ്പൊടി അല്ലെങ്കിൽ മണൽ, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സിമൻറ്റ്. അപ്പം സിമൻറ്റും മണലും ഞാൻ ഇവിടെ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ തുല്യ അളവിലാണ്. 1 കപ്പ് സിമൻറ്റ് എടുക്കണമെങ്കിൽ 1 കപ്പ് മണലും. അപ്പോൾ 2 കപ്പ് മണൽ എടുത്തു കഴിഞ്ഞാൽ 2 കപ്പ് സിമൻറ്റ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പോട്ട് നല്ലൊരു ക്വാളിറ്റി കിട്ടും. അപ്പോൾ നല്ല തുല്യ അളവിൽ സിമൻറ്റും മണലും എടുക്കുക. നല്ല ഒരു മീഡിയം ലൂസിനെ തന്നെ നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ ചുറ്റാതെ കപ്പിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ട് നല്ലോണം കോരി നിറച്ചു കൊടുക്കാം. പിന്നെ കോരി നിറച്ച് നല്ലോണം ഫില്ല് ചെയ്ത് മുകളിൽ എല്ലാം ചെറിയ കരണ്ടിയോ എന്തെങ്കിലും കൊണ്ട് നല്ലോണം വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് അത് ഉണങ്ങാൻ വേണ്ടി 1 ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ നല്ലോണം വെയിലത്ത് വയ്ക്കുക. അപ്പം ഏകദേശം 1 ദിവസമൊക്കെ ആകുമ്പം തന്നെ വെയിലുണ്ടെങ്കിൽ നല്ലോണം ഉണങ്ങി കിട്ടും. എന്നിട്ട് അതിൻ്റെ പുറത്തുള്ള മോൾഡ് നമുക്ക് അതിനെ വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി ഉള്ള രീതിയിൽ നമുക്കതിനെ ചെറിയ കത്തി കൊണ്ടാകും ഗമ്മൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റ് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതേ കണക്ക് ഗമ്മ് വെച്ച് ഒട്ടിച്ച് അടുത്ത പോട്ടുണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അകത്ത് വെച്ചേക്കുന്നത് ഇളക്കാൻ ഒരു ശകലം പാടാണ്. അപ്പോൾ അതിൽ ആ 2 ചെറിയ പീസ് ആദ്യം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് ബാക്കിയുള്ള 2 പീസും നല്ല സാവകാശത്തിൽ തന്നെ ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ ആ മോൾഡിനെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അടി സൈഡിൽ ഞാൻ വെച്ചേക്കുന്ന ഹോൾസ് ഇത്തിരി വലുതാണ്. അപ്പോൾ നിങ്ങൾ അത്രയും വലുത് വേണ്ടെങ്കിൽ നമ്മൾ ഇത്തിരി കൂടെ ചെറിയൊരു പീസ് കട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതിയാകും. ഇനി അടുത്ത് നമ്മൾ അതിൻ്റെ അകത്തുള്ള തെർമോക്കോളും എല്ലാം ഇളക്കി കളഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ചെറിയ തടുപ്പൊക്കെ പോകാൻ വേണ്ടി എംബ്രോയിഡറി സാൻഡ് പേപ്പർ ഉപയോഗിച്ച് അതിൻ്റെ പുറത്തും അകത്തും ആ എഡ്ജ് ഭാഗങ്ങളിൽ മൊത്തം നല്ലോണം ഒന്ന് പേപ്പറും കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പേപ്പറെല്ലാം ചെയ്തതിന് ശേഷം നമ്മുടെ പോട്ട് പിന്നെ ഇതിൻ്റെ പുറത്ത് കുറച്ച് ഗ്രൂവുകളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഗ്രൂ എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് 1-2 ദിവസം നല്ലോണം നനച്ചും കൂടെ കൊടുത്താൽ നല്ലൊരു ബലമായിരിക്കും. അപ്പോൾ പേപ്പറെല്ലാം ചെയ്തതിന് ശേഷം ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് കുറച്ച് ഗ്രൂവുകൾ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ചെറിയൊരു ആണിയും ഒരു സ്കെയിലും ഉപയോഗിച്ച് നമുക്ക് എത്ര അതിനകത്ത് ലൈനും വേണോ ആ ഒരു അളവിൽ തുല്യമായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ആ വരകളെല്ലാം നല്ല ആണി ഉപയോഗിച്ച് നല്ലവണ്ണം വരച്ചു കൊടുക്കുക. അപ്പോൾ ഇതേ കണക്ക് അതിൻ്റെ ചുറ്റാതെ 4 സൈഡിലും വരകളിട്ട് കൊടുക്കുക. വരകളിട്ട് കൊടുത്തിട്ട് അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വൈറ്റ് സിമൻറ്റാണ്. അപ്പോൾ വൈറ്റ് സിമൻറ്റ് ബ്രഷ് കൊണ്ട് ആ ഹോൾസ് എല്ലാം അടയാൻ വേണ്ടി നല്ലോണം ബ്രഷ് ചെയ്ത് കൊടുത്ത് അതിനൊന്ന് ഉണങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കുക. അപ്പോൾ വൈറ്റ് സിമൻറ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ 1-2 ലെയർ നല്ലവണ്ണം ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരുവിധപ്പെട്ട വലിയ ഹോൾസ് എല്ലാം നല്ലവണ്ണം അടഞ്ഞു കിട്ടും. ഇപ്പോൾ നമ്മൾ ചെയ്ത വൈറ്റ് സിമൻറ്റ് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. 1 ദിവസം കഴിയപ്പോഴും ഏകദേശം നല്ലോണം വൈറ്റ് സിമൻറ്റ് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പിന്നെ അതിന് പേപ്പർ ഉപയോഗിച്ച് എംബ്രോയിഡറി സാൻഡ് പേപ്പർ ഉപയോഗിച്ച് തന്നെ അതിന് നല്ലോണം പേപ്പർ ഇട്ട് ആ ഗ്രൂവുകളെല്ലാം നമ്മൾ വരച്ചേക്കുന്ന ഗ്രൂവെല്ലാം നമ്മൾ എംബ്രോയിഡറി സാൻഡ് പേപ്പർ ഉപയോഗിച്ച് തന്നെ മടക്കി ആ ഗ്രൂവും കൂടെ നല്ലോണം തെളിച്ചെടുക്കുക. ഇപ്പോൾ പേപ്പർ ചെയ്തതിന് ശേഷം അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കളർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കളർ കൊടുക്കാൻ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന പെയിൻ്റ് എന്ന് പറഞ്ഞാൽ അക്രിലിക്കിൻ്റെ കളർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറും പെയിൻറ്റും നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.